കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ലഡാക്ക് എത്തി. ഇന്നലെ വൈകിട്ട് ടൗണൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഇന്ന് രാവിലെ കർദുങ്കലെ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ മഞ്ഞുവീഴ്ച കാരണം അങ്ങോട്ടുള്ള വഴി ബ്ലോക്കാണെന്ന് അറിഞ്ഞു. അങ്ങനെ നേരെ കാർഗിലിലേക്ക് പോവാണ്. വഴിയൊക്കെ ചോദിച്ച് കൺഫേം ആക്കി. 370 കിലോമീറ്റർ ആണ് ഇവിടുന്ന് കാർഗിലിലേക്ക്. അത്യാവശ്യം നല്ല റോഡുമാണ് അങ്ങോട്ട്. ഇതാണ് കേട്ടോ ലേ എയർപോർട്ട്. ഏതോ VIP വിസിറ്റ് ആണെന്ന് തോന്നുന്നു. ഡൽഹിയിൽ നിന്ന് മാത്രമേ ഇങ്ങോട്ട് ഫ്ലൈറ്റ് ഉള്ളൂ. ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ കണക്ഷൻ ഫ്ലൈറ്റ് മാത്രമേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ലഡാക്കും കർദുങ്കലൊക്കെ മാത്രം കാണാൻ വരാൻ പ്ലാനുള്ള 2-3 ദിവസം മാത്രം ലീവ് കയ്യിലുള്ള സഞ്ചാരികൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഏതോ മിലിറ്ററി വിമാനമാണ് പോയത്. ആദ്യമായിട്ടായതുകൊണ്ട് വല്ല യുദ്ധവിമാനമാണെന്ന് നോക്കിയതാ ചെക്കൻ. നല്ല ലാൻഡ്സ്കേപ്പ് ആട്ടോ ഇവിടെയൊക്കെ. 6 മാസത്തോളം മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകളാണ് ഈ കാണുന്നത്. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലം അത്. ഒരു സൈഡ് മലയും മറുവശം പച്ച നിറത്തിൽ ഒഴുകുന്ന പുഴയും. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. എനിക്ക് ലഡാക്ക് വന്ന് എടുത്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടം. ഈ സൈഡിൽ ഒഴുകുന്ന പുഴ ഇൻഡസ് റിവറാണ്. സിന്ധു നദി എന്നൊക്കെ പറയും. ഏഷ്യയിലെ തന്നെ വലിയൊരു പുഴയത്. ചൈനയിലെ ടിബറ്റൻ ഏരിയയിൽ നിന്ന് തുടങ്ങി ലഡാക്കിലൂടെ സ്കർദു വഴി ഒഴുകി നമ്മുടെ പാകിസ്ഥാൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ ഒഴുകി താഴെ കറാച്ചിയിൽ നിന്ന് കടലിൽ ചെന്ന് ചേരുകയാണ് ഈ ഭീകരം പുഴ. പാകിസ്ഥാൻ്റെ ദേശീയ നദിയാട്ടോ അത്. ഈ സിന്ധു നദി ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. മൊത്തം ഉണങ്ങി വരണ്ടു പോകും. ഇവിടെ റോഡ് സൈഡിലൊരു പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ മൗണ്ടെയിൻ ബ്ലസ്സേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. അക്ഷരം മാറിപ്പോലെ കേട്ടോ, BL ബ്ലസ്സേഴ്സ്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. വല്ല യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് വല്ല സ്മരണയോ സ്മാരകമോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കർദുങ്കലെ ടോപ്പ് മിസ്സായി. ഈ ഒക്ടോബർ മാസമൊക്കെ ട്രിപ്പ് വന്നാലുള്ള മെയിൻ പ്രോബ്ലമാണിത്. എപ്പോഴാണ് വഴി ക്ലോസ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വരാൻ ഉദ്ദേശിക്കുന്നവർ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് വരാൻ നോക്കണം. കാരണം ലഡാക്ക് വരെ വന്നിട്ട് കർദുങ്കല ടോപ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ അതൊരു നഷ്ടമായിട്ട് നമുക്ക് ഉള്ളിൽ കിടക്കും. എനിക്കെന്തായാലും ഒന്നുകൂടെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായി. നല്ല കാലാവസ്ഥ, നല്ല റോഡ്. ഈ പോക്ക് ഇങ്ങനെ എത്ര ദൂരം വേണമെങ്കിലും പോകാം. റൈറ്റ് സൈഡിൽ കണ്ടോ, തീപ്പെട്ടിക്കൂട് നിരത്തി വെച്ച പോലെയാണ് നമ്മുടെ മിലിറ്ററി വണ്ടികൾ. ഞങ്ങൾ വന്ന സമയം യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത കശ്മീരിലൊക്കെ സമാധാനാന്തരീക്ഷമുള്ള ടൈമാണ്. എന്നിട്ടാണ് ഈ അവസ്ഥ. അവിടെയൊക്കെ സാധാരണ ജനങ്ങളെക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു നമ്മുടെ മിലിറ്ററി സ്ട്രെങ്ത്. ഇപ്പോൾ മലയൊക്കെ തുറന്ന് റോഡുണ്ടാക്കിയിരിക്കുന്ന നോക്ക്. പാറ പൊട്ടിച്ചപ്പോൾ ഒരു പീസെങ്ങാനും പൊട്ടി ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ പകുതി ഇടിഞ്ഞും പോയി. മണ്ണ് ബലമില്ലാഞ്ഞിട്ടാണോ അതോ ഇനി വെള്ളം കുത്തിയൊലിച്ച് വന്നിട്ടാണോ എന്തോ. ഇത് മുഴുവൻ നമ്മുടെ ബ്രോയുടെ കൺസ്ട്രക്ഷനാണ്. ഒരു മെയിൻ്റനൻസും കൺസ്ട്രക്ഷനും എല്ലാം ബ്രോ തന്നെയാണ് ചെയ്യുന്നത്. ഇത് പല സ്ഥലത്ത് ഇടിഞ്ഞിട്ടുണ്ടല്ലോ. നന്നാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ലഡാക്കിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഈ റോഡിൽ ഓക്സിജൻ്റെ പ്രശ്നങ്ങളും ഇല്ലാത്തതുകൊണ്ട് വണ്ടിക്കും സ്പീഡ് കിട്ടും, നമുക്കും വലിയ ക്ഷീണം തോന്നില്ല. ഇടയ്ക്കൊന്നും വണ്ടി നിർത്തേണ്ട ആവശ്യവും വന്നില്ല. അതുകൊണ്ട് ഉച്ച കഴിയുമ്പോഴത്തേക്കും കാർഗിൽ എത്താമെന്ന് പ്ലാൻ ചെയ്ത് കത്തിച്ച് വിടുകയാണ് ഞങ്ങൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ 7 ദിവസമായി. ഇപ്പോൾ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ബൈക്കിൽ തന്നെ ആയതുകൊണ്ട് ബോഡി ബൈക്കുമായിട്ട് സെറ്റായി. അതിൻ്റെ ഉപകാരം ശരിക്കും ഞങ്ങൾക്ക് പിറ്റേ ദിവസത്തെ റൈഡിലാണ് മനസ്സിലായത്. റേസിംഗ് ബൈക്ക് ചേട്ടൻ തംസപ്പൊക്കെ തന്നിട്ട് പോകണം.
ഇപ്പോൾ സമയം 2 മണിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നും നിർത്തിയിട്ടില്ല. 3 മണിക്ക് മുമ്പായിട്ട് കാർഗിൽ എത്താൻ പറ്റുമെന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ എത്തിയിട്ട് കഴിക്കാനും കറങ്ങാനൊക്കെ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ എത്തി. ടൗണിലുള്ള ഹോട്ടൽ സിയാച്ചിനിൽ റൂം എടുത്തു. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ കിടന്നത്. ശ്രീനഗറാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. രാവിലെ തന്നെ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി. ചെറിയ കുട്ടികളടക്കം ടാറ്റയൊക്കെ തന്ന് ഞങ്ങളെ പറഞ്ഞു വിട്ടു. നല്ല മനുഷ്യരാട്ടോ ഇവിടുത്തെ. ഞങ്ങൾ ഇന്നലെ രാത്രി ടൗണിലൊന്ന് കറങ്ങാനൊക്കെ ഇറങ്ങിയായിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുന്ദരിയുള്ള സ്ഥലമാണ് ഈ കാശ്മീർ, കാർഗിൽ ഏരിയയൊക്കെ. വൈകിട്ട് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയിട്ട് നമ്മൾ ഈ കാർഗിലെന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്ന യുദ്ധവും പ്രശ്നങ്ങളൊക്കെ ഇല്ല, അതൊന്നുമില്ല ഇവിടെ. ഇവിടെ സൂപ്പർ സ്ഥലം. കാർഗിലിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫുൾ സമാധാനാന്തരീക്ഷമാണ് ഇവിടെ. മൊത്തത്തിൽ സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള ആപ്പിൾ കഴിച്ചത് ഇന്നലെ രാത്രി ഇവിടെ റോഡ് സൈഡിൽ നിന്ന് മേടിച്ച് കഴിച്ചപ്പോഴാണ്. ഇതൊക്കെ പറിച്ച് മരുന്നും തെളിച്ച് 1-2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ കയ്യിലെത്തുന്നത്. അപ്പം തന്നെ പകുതി ടേസ്റ്റ് പോയിട്ടുണ്ടാവും. ഈ ഫ്രഷ് ആപ്പിളൊക്കെ കഴിച്ചിട്ടായിരിക്കുമല്ലേ ഇവിടെ ഉള്ളവരിങ്ങനെ തൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തണം എന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല സുന്ദരികളുടെ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ ആൾക്കാർ എടുത്തിട്ട് ഇടിച്ചാലോ എന്ന് പേടിച്ചിട്ട് വേണ്ടാന്ന് വെച്ചതാ. ഇപ്പോൾ രാവിലെ 10 മണിയാണ് സമയം. വെയിലുണ്ട്, പക്ഷെ ഒട്ടും ചൂട് തോന്നുന്നില്ല. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ വണ്ടിക്ക് ഓയിലൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഓടിക്കാനും ഒരു സുഖമൊക്കെ ഉണ്ട് ഇപ്പോൾ. ഞങ്ങളിപ്പോൾ ദ്രാസ് എത്തി. കാർഗിൽ വാർ മെമ്മോറിയൽ ഇവിടെയാണ്. സലീം ദേശീയ പതാകയ്ക്ക് ഒരു സല്യൂട്ടൊക്കെ അടിക്കുക. കാർഗിൽ വാർ മെമ്മോറിയൽ എന്നാണ് പേരെങ്കിലും കാർഗിലിൽ നിന്നൊരു 65 കിലോമീറ്റർ മാറി ദ്രാസ് എന്ന സ്ഥലത്താണ് ഈ മെമ്മോറിയൽ. ഞങ്ങൾ അകത്ത് കയറി ഹിസ്റ്ററിയൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടാട്ടോ പോകുന്നത്. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസ്. അകത്ത് യുദ്ധത്തിൽ വീരചരമം പ്രാപിച്ച സൈനികരുടെ പേരും ഡീറ്റെയിൽസും മാത്രമല്ല, യുദ്ധത്തിൽ നമ്മൾ ഉപയോഗിച്ച തോക്കും ആയുധങ്ങളും അതുപോലെ പാകിസ്ഥാൻ സൈനികരെയും നമ്മൾ പിടിച്ചെടുത്ത സാധനങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ. 1 മണിക്കൂർ ഇതൊക്കെ ഒന്ന് കണ്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മളൊരു ഇന്ത്യക്കാരനായത് ഓർത്തിങ്ങനെ രോമാഞ്ചിതനായി പോകും. രണ്ട് സൈഡും പർവ്വതങ്ങൾ, അതിൻ്റെ ഇടയിലൂടെ നീണ്ടു കിടക്കുന്ന അറ്റം കാണാത്ത റോഡ്. ആഹാ, എന്താ ഫീല്! ഈ ഫീലൊക്കെ കഴിഞ്ഞ് കുറച്ച് ചെന്നപ്പോൾ ആ റോഡ് സൈഡിലൊക്കെ മഞ്ഞ്. അത് മറ്റൊരു ഫീല്. ഈ ട്രിപ്പിൽ ആദ്യമായിട്ടോ മഞ്ഞ് അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അത് ഞങ്ങൾ ശരിക്കും അങ്ങ് എൻജോയ് ചെയ്തു. ഇവിടെ നിന്ന് മുമ്പോട്ട് പോയപ്പോൾ പിന്നെ മുമ്പിൽ കാണുന്നത് മൊത്തം മഞ്ഞ് പോലെ മാത്രം. ഇവിടെ പക്ഷെ തണുപ്പ് തീരെ കുറവാട്ടോ. അതെന്ത് മരമായാണോ. ഇതിനേക്കാൾ തണുപ്പുണ്ടായിരുന്ന സ്ഥലത്തൊന്നും മഞ്ഞുമല ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റിയില്ല. മഞ്ഞൊന്നും ഇങ്ങനെ തൊട്ടടുത്തില്ലായിരുന്നു. ഇപ്പോൾ സമയം 2 മണിയായി. ഏകദേശം ഒരു 15-18 ഡിഗ്രിയാണ് തണുപ്പുള്ളൂ. പക്ഷേ 10 ഡിഗ്രിയുടെ താഴെ തണുപ്പുണ്ടായിരുന്ന സ്ഥലത്ത് പോലും മഞ്ഞില്ലായിരുന്നു. അപ്പോൾ മഞ്ഞ് വരാൻ തണുപ്പ് വേണമെന്ന് നിർബന്ധമില്ല എന്ന് മനസ്സിലായി. ഇനി റോഡ് കുറച്ച് പ്രശ്നമാട്ടോ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പൊളിയുന്നതുകൊണ്ടാവും. റോഡിൽ ടൈലൊക്കെ വിരിച്ചിട്ടുണ്ട്, പക്ഷേ റോഡിൻ്റെ ഒരു സൈഡ് കൊക്കയാണ്. ഫുൾ ടൈം ഓപ്പോസിറ്റ് ലോറികൾ വന്നുകൊണ്ടിരിക്കുന്ന വഴി. ഈ വഴി കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ആയാൽ പിന്നെ ഇന്ത്യയിൽ എവിടെ ഓടിക്കാൻ ഒരു പേടിയും വേണ്ടാന്ന് തോന്നുന്നു. ഓടിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ധൈര്യം കൂടി വേണം. ഈ വീതിയില്ലാത്ത വഴിയിൽ ഓപ്പോസിറ്റ് ഓരോ ലോറി വന്നാൽ ഇതാണ് അവസ്ഥ. എന്താല്ലേ, അതും ഒരു എക്സ്പീരിയൻസ്. ഇന്നലെ പറഞ്ഞ പോലെ ഈ 7 ദിവസം ബൈക്കിൽ തന്നെ ഇരുന്ന് ബാലൻസ് ആയതിൻ്റെ ധൈര്യത്തിലാട്ടോ ഈ റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്നത് തന്നെ. ഇതെങ്ങോട്ടായി പോണത്? ഈ മലയൊക്കെ ചുറ്റി മൊത്തം കാണുന്ന റോഡിന് വല്ല അവസാനമുണ്ടോ എന്നാണ് അവൻ്റെ ചോദ്യം. ഈ ഫ്രണ്ടിൽ പോകുന്ന ആളെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. മുംബൈയിൽ നിന്നുള്ളൊരു സോളോ റൈഡറാണ്.
ഇങ്ങനെ വണ്ടിയുടെ എക്സോസ്റ്റ് സൗണ്ട് സൂപ്പറായിരുന്നു. 12 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് പുള്ളി മുംബൈയിൽ നിന്ന്. എന്തായാലും ഈ റൂട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്ത്യയിൽ ഇങ്ങനത്തെ റോഡുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ആ കുറച്ച് മുമ്പ് കണ്ട ആ ലോറി ബ്ലോക്കായി കിടക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു വണ്ടി എത്ര ദൂരം റിവേഴ്സ് പോയാലാ മറ്റേ വണ്ടിക്കൊന്ന് കടന്നു പോകാൻ പറ്റുന്ന വീതിയുള്ള ഒരു സ്ഥലത്തെത്തുക. ഇവിടുത്തെയൊക്കെ ലോറി ഡ്രൈവർമാർ നല്ല ടാലൻറ്റഡ് ആയ ആൾക്കാരായിരിക്കും കേട്ടോ. ഇന്ന് വൈകുന്നേരത്തോടെ ഞങ്ങൾ ശ്രീനഗർ എത്തി. കാർഗിലിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണ് ശ്രീനഗർ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ കടകളെല്ലാം അടഞ്ഞു കിടക്കായിരുന്നു. അന്വേഷിച്ചപ്പോൾ അന്ന് ടൗണിലൊരു കൊലപാതകം നടന്നിട്ട് ആകെ സംഘർഷാവസ്ഥ ആണെന്ന് അറിഞ്ഞു. ഒരു ലോഡ്ജ് കണ്ടുപിടിച്ച് അകത്ത് കയറിയപ്പോൾ ഹോട്ടലുടമയും പറഞ്ഞു വണ്ടികൾ അയാളുടെ വീട്ടിൽ കയറ്റി വെച്ചോളാം, അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തിറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ താഴെ തന്നെയുള്ളൊരു ചെറിയൊരു ഹോട്ടൽ പോലത്തെ സെറ്റപ്പിൽ നിന്ന് ഫുഡും കഴിച്ചു. അവിടുന്ന് രാവിലെ തന്നെ സ്കൂട്ടായി നേരെ ജമ്മുവിലേക്ക്. ഞാൻ ഇതുവരെ വണ്ടി ഓടിച്ചതിൽ വെച്ച് ഏറ്റവും മോശം റോഡായിരുന്നു അത്. ഒരു ചുരം മോഡൽ റോഡ് ഇറങ്ങി വരണം. റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ പഞ്ചായത്ത് റോഡിനേക്കാൾ കഷ്ടം. അരയടി കനത്തിലാണ് റോഡിലൊക്കെ പൊടി കിടക്കുന്നത്. മുമ്പിലൊരു വണ്ടി പോയാൽ പിന്നെ നമ്മൾ പൊടിയിലങ്ങ് കുളിക്കും. ഒരു ഏകദേശ ഐഡിയ വെച്ച് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകണം. ക്യാമറയൊക്കെ അയച്ച് ബാഗിൽ വെച്ചുകൊണ്ട് ആ സീനൊന്നും ഈ വീഡിയോയിലില്ല. ഈ ശ്രീനഗറിൽ നിന്ന് ഡൽഹി എത്താൻ 3 ദിവസം കൂടെ എടുത്തു. ശ്രീനഗർ ജമ്മു 1, ദെൻ ജമ്മു ടു അമൃത്സർ 2, അമൃത്സറിൽ നിന്ന് ഡൽഹിക്ക് 3. ഈ 3 ദിവസത്തെ വിശേഷങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാന കാര്യം, റെക്കോർഡ് ചെയ്യാൻ എൻ്റെ കയ്യിൽ മെമ്മറി കാർഡ് ഇല്ലായിരുന്നു. 64 GB 3 മെമ്മറി കാർഡുമായിട്ടായിരുന്നു പോയത്. അത് ഫുള്ളായതുകൊണ്ട് കാർഗിലിൽ നിന്ന് ഒരു കാർഡും കൂടെ മേടിച്ചു. പക്ഷേ വീണ്ടും മേടിക്കാൻ അന്ന് സാമ്പത്തികം അനുവദിക്കാഞ്ഞുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഗോപ്രോയിൽ നോർമൽ കാർഡ് വർക്കാവില്ലല്ലോ. മിനിമം 95 MBPSലുള്ള 10 ക്ലാസ് കാർഡ് തന്നെ വേണമായിരുന്നു. അപ്പോൾ ഈ ശ്രീനഗർ ജമ്മു റോഡ് മൊത്തം പൊടി പിടിച്ച് കിടക്കായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വെച്ച് എനിക്കൊരു മുട്ടൻ പണി കിട്ടി. ടാക്സികളും മിലിറ്ററി വണ്ടികളും ലോറികളും ഒക്കെ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പേഴ്സ് എവിടെയോ ചാടിപ്പോയി. എൻ്റെ ലൈസൻസ്, ATM അടക്കം എല്ലാം അതിനകത്താണ്. പേഴ്സ് റോഡിലേക്ക് വീണാൽ നേരെ പോകുന്ന പൊടിയിലേക്കാണ്, അത് കാണില്ല. അതിനും പുറമെ ഒരു വണ്ടി ആ വഴി പോയാൽ പിന്നെ പേഴ്സ് ഓർമ്മ മാത്രമാവും. ഞാൻ വേഗം സലീമിനോട് കാര്യം പറഞ്ഞു. വണ്ടി നിർത്തി. എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുക. കാരണം ഒരുപാട് വണ്ടികൾ മുകളിലേക്ക് കയറുന്നതുകൊണ്ട് താഴേക്കും വന്നുകൊണ്ടിരിക്കുക. അതും ഒരു വണ്ടി പോയാൽ പിന്നെ അത് നേരെ പൊടിയുടെ അടിയിലേക്കായിരിക്കും പോണേ. പിന്നെ നോക്കണ്ട, 5 മിനിറ്റ് ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ അവിടെ തന്നെ നിന്നപ്പോൾ ഒരു മിലിറ്ററി ട്രക്ക് വന്നു, അടുത്ത് വന്ന് നിർത്തി. എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ആസ് യൂഷ്വൽ ഹിന്ദി ആയതുകൊണ്ട് സലീം സംസാരിച്ചു. അവൻ കാര്യം പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ പേര് ചോദിച്ചു. ഞാൻ പേര് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ ലൈസൻസ് എടുത്ത് കാണിച്ചിട്ട് ഇതാണോ എന്ന് ചോദിച്ചു. എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. എൻ്റെ ബാക്കിൽ വന്ന ഈ ചേട്ടൻ പോക്കറ്റിൽ നിന്ന് പേഴ്സ് വീഴുന്നത് ദൂരെ നിന്ന് കണ്ടു. ഹോൺ അടിച്ചിട്ട് ഞാൻ നിർത്തിയില്ലാന്ന്. അപ്പോൾ ഞാൻ പോയപ്പോൾ അയാൾ അവിടെ വണ്ടി നിർത്തി. വലിയ ട്രക്കാണ്. അയാൾ അവിടെ വന്ന് ആ സ്ഥലത്ത് വന്ന് നിർത്തിയിട്ട് അതിൽ നിന്ന് ഇറങ്ങി താഴെ നിന്ന് നിലത്ത് കിടക്കുന്ന പേഴ്സ് കണ്ട് എടുത്തതാണ്. അയാളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണൊക്കെ ആകെ നിറഞ്ഞ് ഞാൻ കൈ കൂപ്പിക്കൊണ്ട് നന്ദിയൊക്കെ പറഞ്ഞു. പുള്ളി ചിരിച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇപ്പോൾ ഇത് പറയുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇവരുടെ പ്രധാന ഉപജീവനമാർഗ്ഗം ആടാണെന്ന് തോന്നുന്നു. വണ്ടിയേക്കാൾ കൂടുതൽ ആടാണ് റോഡിൽ. ഈ വരുന്ന നീല 407 ലോറി അല്ല കേട്ടോ, ബസ്സാണ്. ഇവിടെയൊക്കെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ബസ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു.
ഞങ്ങളന്ന് ജമ്മുവിൽ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് അമൃത്സർ പോയി. വൈകിട്ട് വാഗാ ബോർഡർ പരേഡൊക്കെ കണ്ടു. ആ ഒരു ദിവസത്തെ ക്ലിപ്പിംഗ് ഒന്നും ക്യാമറയിലില്ല. ക്യാമറയെ ഒട്ടും മൈൻഡ് ചെയ്യാതെ വണ്ടി ഓടിച്ചൊരു ദിവസമായിരുന്നു അന്ന്. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഈ ലഡാക്ക് യാത്രയുടെ അവസാന ദിവസം. അമൃത്സറിൽ നിന്ന് ഡൽഹി വരെ 460 കിലോമീറ്റർ. 10-12 ദിവസമായിട്ടുണ്ടായിരുന്ന ആ ട്രിപ്പ് മൊത്തം ഇന്ന് അവസാനിക്കാൻ പോവാണ്. ഇന്ന് ഡൽഹിയിലെത്തി ബൈക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് നാളെ ഡൽഹി ഒന്ന് കറങ്ങിയിട്ട് നാളെ രാത്രിയിലെ ഫ്ലൈറ്റിന് കൊച്ചിക്ക് തിരിച്ചു പോകാനാണ് പ്ലാൻ. ഈ 12 ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയ, ഞങ്ങളുടെ സ്വഭാവത്തെ തന്നെ സ്വാധീനിച്ച ദിവസങ്ങളായിരുന്നു. പോയതുപോലെയല്ല ഞങ്ങൾ തിരിച്ചു വന്നേ. കുറേ നാട് കണ്ടു, ഒരുപാട് ആൾക്കാരെ കണ്ടു, കുറേ കഷ്ടപ്പാട് കണ്ടു. ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ കുറേ പേര് സഹായിച്ചു, സ്നേഹത്തോടെ സംസാരിച്ചവരുണ്ട്. വെറുതെ ഒരു യാത്രയല്ല, ഒരു നല്ല അനുഭവമായിരുന്നു. ഒരിക്കലും മറക്കാത്ത ദിവസങ്ങൾ. ഇനി ലഡാക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരമായേക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത്, സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ചേർത്ത് ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ല ഞങ്ങൾ, ആകെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ. അതിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാമെന്ന് മാത്രം. അപ്പോൾ ലഡാക്ക് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തതായതുകൊണ്ട് ഒരുപാട് കുറവുകളുണ്ടെന്നറിയാം. അടുത്ത പ്രാവശ്യത്തേൽ നമുക്ക് അതൊക്കെ മേക്കപ്പ് ചെയ്യാം. ബൈ ബൈ.